ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോർട്ടിംഗ് ഡേറ്റ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ മിസ്സ് പറഞ്ഞായിരുന്നു അടുത്ത ക്ലാസ്സിൽ മിസ്സ് എക്സൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മിസ്സ് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാം ആണല്ലോ, എക്സാമിന് സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ ശരിക്കും പഠിക്കണം. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ മാത്രം ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അതിൽ എളുപ്പമല്ലേ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ സെക്കൻഡ് ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സോർട്ടിംഗ് ഡേറ്റ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഒന്നിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോർട്ടിങ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമുക്കിപ്പോൾ ഒരു 5-6 കോളമുള്ള ഒരു ടേബിളാണെങ്കിൽ നമുക്ക് അതിൽ ഒരു ഡേറ്റ മാത്രം സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, നെയിം, മാർക്ക്, അയാളുടെ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ ഒരു ടേബിളിൽ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നെയിം മാത്രമായിട്ട് സോർട്ട് ചെയ്താൽ അവരുടെ അഡ്രസ്സ്, റോൾ നമ്പർ, മാർക്ക് ഇതൊക്കെ ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഫുൾ സെൽസിലുള്ള ഡേറ്റയെ നമ്മൾ സോർട്ട് ചെയ്യണം. അതായത് ഒരു ക്ലിക്കിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ സോർട്ട് ചെയ്യുമ്പം അത് മൈൻഡിൽ വെച്ചിട്ട് വേണം സോർട്ട് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ കുറേ കോളമുള്ള ഒരു ടേബിളിലെ വാല്യൂസ് സോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മാച്ച് ആവാതെ വരും. ചിലപ്പോൾ ഒരു കോളം മാത്രമാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ബാക്കിയുള്ള ഡേറ്റയൊക്കെ ചിലപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കും. അപ്പോൾ നമ്മൾ ഒരു റെക്കോർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റായ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ. ബേസിക്കലി ഒന്നുമില്ല. സോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ? അറേഞ്ച് ചെയ്യുന്നു നമ്മൾ ഡേറ്റാസെ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കും കൂടെ എടുക്കുന്നുണ്ട്. അതായത് തേർഡ് ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഫിൽട്ടറിങ് ഡേറ്റാസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആവശ്യമുള്ള സാധനത്തിനെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും നമ്മൾ കളയുന്നു. അതല്ലേ ഫിൽറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മളൊരു സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്യുന്ന പോലെ അല്ലേ? സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്താണോ വേണ്ടത് അത് ആ സ്ട്രെയിനിൽ ഉണ്ടാവും, ബാക്കിയെല്ലാം താഴേക്ക് പോകും. അങ്ങനെയല്ലേ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത്? അപ്പോൾ അതേ സംഭവം തന്നെ നമുക്ക് എക്സലിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ക്രൈറ്റീരിയയോ ഇല്ലെങ്കിൽ കണ്ടീഷനോ കൊടുത്തിട്ട് നമുക്ക് ഡേറ്റാസിനെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രമേ ഡിസ്പ്ലേ ആയി വരുള്ളൂ. അപ്പോൾ അതിനെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ മാർക്കാണെങ്കിൽ എനിക്ക് 80 മാർക്ക് കിട്ടിയവരുടെ മാത്രം ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫിൽട്ടർ. അപ്പോൾ സോർട്ടിങ്ങും ഫിൽട്ടറിങ്ങും രണ്ടും ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നു. ഫിൽട്ടർ എന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റ മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് രണ്ടും. ഇനി നമുക്ക് നമ്മുടെ എക്സലിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എക്സലിൽ ഇത് നോക്കിയേ, ഇവിടെ 2 കോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കോളം എന്ന് പറയുന്നത് നെയിമും മറ്റേത് മാർക്കും. അപ്പോൾ ഇവിടെ ഒരു 5 സ്റ്റുഡൻസിൻ്റെ നെയിമും മാർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷിത എന്ന സ്റ്റുഡൻറ്റിന് 90 മാർക്ക്, അതേമാതിരി ചിത്വാനിന് 77. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, മനസ്സിലായോ? ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഡേറ്റ എടുക്കുക. നമ്മുടെ ഡേറ്റ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ നിങ്ങൾക്ക് ഇവിടെ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? സോർട്ട് ആൻഡ് ഡേറ്റ എടുക്കുക. അതിൽ സോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ ഇട്ടിട്ടുണ്ട്, എ ടു സെഡും സെഡ് ടു എ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ ഇട്ട ഒരു സംഭവം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ സോർട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാനുള്ള സോർട്ട് ബൈ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഏത് വാല്യൂ വെച്ച് എന്ന് വെച്ചാൽ ഏത് കോളത്തിനെയാണോ നമ്മൾ സോർട്ട് ചെയ്യേണ്ടത് അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ, ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് മുമ്പേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഡേറ്റ ടാബ് എടുത്തു, സോർട്ട് ആൻഡ് ഫിൽറ്ററിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതായത് എ ടു ഇസഡ് എന്ന് പറയുമ്പം അത് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്, അതായത് ലോവറിൽ നിന്ന് ഹയസ്റ്റിലേക്ക്. ഇവിടെ ഇസഡ് ടു എ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവരെ ആ ഒരു കോളത്തിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. അപ്പം ജസ്റ്റ് നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് നമ്മുടെ സെല്ലിൽ വരുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പം അസെൻഡിങ് ഓർഡറിൽ ക്ലിക്ക് ചെയ്തു. അസെൻഡിങ് ഓർഡറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നെയിം അസെൻഡിങ് ഓർഡറിൽ ആയത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ഓർഡറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ, ആ ഒരു ഓർഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊന്നിൽ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് സെൽസ് ഉള്ള ഒരു ഡേറ്റ ആണെങ്കിൽ നമുക്ക് സോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ സോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാല്യൂസ് ഇവിടെ ഫില്ലായി വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, മൈ ഡേറ്റ ഹാസ് ഹെഡേഴ്സ്. ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിം മാർക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതത്തില്ലേ, അതാണ് ഹെഡർ. അപ്പോൾ ഇവിടുത്തെ ഹെഡർ ഏതാ, ഇതാണ് ഇവിടുത്തെ ഹെഡർ, ഇതുമാണ് ഹെഡർ. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കോളത്തിനെ അത് ഹെഡറാക്കി കൺസിഡർ ചെയ്തോളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ നെയിമും മാർക്കും എന്ന് എഴുതിയതും കൂടെ അത് സോർട്ട് ചെയ്ത് കളയും. മനസ്സിലായോ? അപ്പോൾ ഹെഡർ ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ആ കോളത്തിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈ ഡേറ്റ ഹാസ് ഹെഡർ കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അൺടിക്ക് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഹെഡിങ് കൊടുത്തതും സോർട്ടാക്കി കളയും കേട്ടോ. അപ്പം നിങ്ങൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ സോർട്ട് ബൈ, സോർട്ട് ഓൺ, ഓർഡർ എന്ന 3 കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. സോർട്ട് ബൈ എന്ന് വെച്ചാൽ നമ്മൾ ഏത് കോളത്തിനെയാണോ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിവിടെ എടുക്കുമ്പം എന്താ, നമുക്കിവിടെ ഹെഡർ ഉണ്ട്, അപ്പം നമ്മൾ മാർക്കാണ് സെറ്റ് ചെയ്തത്. അപ്പം മാർക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂസ് അല്ലേ, മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വാല്യൂസ് അല്ലേ. അപ്പോൾ സോർട്ട് ഓൺ വാല്യൂസ്, അതിൽ വാല്യൂസ് ആണ് നമുക്ക്, മാർക്ക് എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂസ് ആണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. അതാണ് സോർട്ട് ഓൺ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഓർഡറിൽ വന്നപ്പോൾ നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. ഒന്ന് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് ആ ഒരു രീതിയിൽ ഇവിടെ സോർട്ടിങ് നടക്കും. ഇനി നമുക്ക് മാർക്കിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ സ്മോളസ്റ്റ് വാല്യൂ നോക്കിയേ, ഇവിടെ മാർക്കിൽ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഏതാ, 77. നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തത്, സോർട്ട് ബൈ എന്ന കോളത്തിൽ മാർക്കാണ് പറഞ്ഞു കൊടുത്തത് അല്ലേ. അപ്പോൾ മാർക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഈ മാർക്ക് എന്ന് പറയുന്ന കോളത്തിൽ സ്മോളസ്റ്റ് വാല്യൂ ആദ്യം വന്നപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്, ഓട്ടോമാറ്റിക്കലി ഈ 77 മാർക്ക് കിട്ടിയ ആളുടെ പേരും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ആ ഓർഡറിൽ തന്നെ അവർ സോർട്ട് ചെയ്ത് എടുത്തു. അപ്പം നമുക്ക് ഇല്ലെങ്കിൽ തെറ്റിപ്പോകത്തില്ലേ, ഇപ്പോൾ ഈ കോളം മാത്രമാണ് നമ്മൾ സോർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡേറ്റ അതുപോലെ കിടന്ന് അത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ എക്സൽ ഓട്ടോമാറ്റിക്കലി ഏത് കോളത്തിൻ്റെ ആണോ നമ്മൾ സോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റാസിനെയും കൂടെ അത് എന്ത് ചെയ്യും, അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ആ ഓർഡറിൽ, ഡിസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ്ങിൽ അത് സോർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് സോർട്ടിങ്. അപ്പോൾ സോർട്ടിങ് മനസ്സിലായല്ലോ. സോർട്ടിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ,
അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ സോർട്ടിംഗ് ഓപ്ഷൻ എവിടെ കിടക്കുന്നത്? നമ്മൾ ഡേറ്റ ടാബിൽ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അകത്താണ് സോർട്ട് കിടക്കുന്നത്. സോർട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഹെഡർ ഉണ്ടെങ്കിൽ ഹെഡറിനെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സോർട്ട് ബൈ ഏത് കോളം വെച്ചിട്ടാണോ സോർട്ട് ചെയ്യേണ്ടത് ആ കോളത്തിനെ മെൻഷൻ ചെയ്യുക. പിന്നെ അതിൻ്റെ ഓർഡറും പറഞ്ഞു കൊടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ സോർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഫിൽറ്റർ ചെയ്യാമെന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നതെന്നല്ലേ. ഇപ്പോൾ ഇവിടെ 5 ഡേറ്റ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അതേസമയം ചില നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഓഫീസ് വർക്ക് പോലത്തെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് 100ഉം 1000ഉം ഒക്കെ ഡേറ്റാസ് ചിലപ്പോൾ കാണും. അപ്പോൾ അതിൽ നിന്ന് ഈ 1000 ഡേറ്റാസിൽ നിന്ന് അവർക്ക് വേണ്ടത് സ്ക്രോൾ ചെയ്ത് എടുക്കുന്നത് വലിയ പാടല്ലേ. അപ്പോൾ അതിന് നമുക്ക് എക്സലിൽ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എക്സലിൽ കേട്ടോ. കുറച്ച് ഡേറ്റയ്ക്ക് വേണ്ടി നമ്മൾ അതിൽ ഇത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കുറേ ഡേറ്റാസ് ഉള്ളപ്പോൾ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു തരാം. ഈ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനും ഡേറ്റ എന്ന് പറയുന്ന ടാബിൻ്റെ അണ്ടറിൽ സോർട്ട് ആൻഡ് ഫിൽറ്ററിലാണ് നിങ്ങൾക്ക് ഫിൽറ്റർ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സെല്ല് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനൊരു സെല്ല് സെലക്ട് ചെയ്തു, ഫിൽറ്റർ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഒരു 2 കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? നെയിമും മാർക്കിൻ്റെ അവിടെ ഡ്രോപ്പ് ഡൗൺ വന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നെയിമും മാർക്കിനും ഡ്രോപ്പ് ഡൗൺ വന്നത് കണ്ടോ? നേരത്തെ അതില്ലായിരുന്നു. ഞാൻ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ 2 ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റിയത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് മാർക്കാണ് ഫിൽറ്റർ ചെയ്യേണ്ടത്. അതായത് എനിക്ക് 89 മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കിൻ്റെ അവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ മാർക്ക് എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ കൊടുത്ത മാർക്കൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ സെലക്ട് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാർക്കിലുള്ള അത്രയും മാർക്ക് ഇനി കാണാൻ പറ്റില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത്? 89 മാർക്ക് കിട്ടിയ ആളെ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ 89 മാർക്ക് കിട്ടിയ അയാളുടെ ആ മാർക്കൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 89 മാർക്ക് കിട്ടിയ 89 മാർക്കിൻ്റെ അവിടെ ആ നമ്പറിൻ്റെ അവിടെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടോ, 89 മാർക്ക് കിട്ടിയ ആളുടെ മാത്രം നമുക്ക് കാണാൻ പറ്റും. ഫിൽറ്റർ അപ്പം മനസ്സിലായല്ലോ. ഫിൽറ്റർ നമ്മൾ ഒരു സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഹെഡറിൽ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. ആ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കാണേണ്ടത് അത് മാത്രം നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ ഏത് ഡേറ്റ ആണോ കാണേണ്ടത് അവിടെ നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് എല്ലാം സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ നിങ്ങൾക്ക് കാണേണ്ടത് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എല്ലാ ഡേറ്റാസും, അതായത് പഴയ പോലെ തന്നെ ഇത് വരണം എന്നുണ്ടെങ്കിൽ 2 രീതിയിലാക്കാം. ഒന്ന്, ക്ലിയർ ഫിൽറ്റർ കൊടുക്കുക. ക്ലിയർ ഫിൽറ്റർ കൊടുക്കുമ്പോൾ മാർക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫിൽറ്റേഴ്സ് ക്ലിയറായി കിട്ടും. ഇതാ ഇപ്പോൾ പഴയപടി വന്നില്ലേ. ഇനി അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ 77 മാർക്ക് കിട്ടിയ ഒരാളുടെ കാണിച്ചിട്ട് അതല്ലാതെ ഒന്നെന്ന് പറയുന്നത് ക്ലിയർ ഫിൽറ്റർ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ മാറ്റിയിട്ട് പഴയ ഡേറ്റ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡേറ്റയും കാണാൻ പറ്റും. അപ്പോൾ ഫിൽറ്റർ മാറ്റി, ഇപ്പോൾ ഫിൽറ്റർ കൊടുക്കുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ മാത്രമേ ഡിസ്പ്ലേ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ പഴയ പോലെ എല്ലാ ഡേറ്റയും കാണാൻ വേണ്ടി ഒന്നിൽ നമ്മൾ ആ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ക്ലിയർ
ഫിൽറ്റർ കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കുക. ഈ 2 ഓപ്ഷൻ കൊടുത്താലും നമുക്ക് ഫിൽറ്റർ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളൊന്ന് ഈ ഫിൽറ്ററിൽ ആ ഡ്രോപ്പ് ഡൗൺ കംപ്ലീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത ഫിൽറ്റർ മാറിക്കോളും. അപ്പോൾ ഈ ടോപ്പിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ ഇപ്പം തന്നെ മനസ്സിലാക്കി പോവുക. പിന്നെ ചെയ്യാനുള്ള സാഹചര്യമുള്ളവർ, ഇത് എക്സൽ ആക്സസ് ഉള്ളവർ ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.